ആ ശരിയാടാ, ഇത്ര നേരായി അമ്മ ഇതുവരെ ഒന്നും പറ്റില്ല. വിളിക്കാൻ തുടങ്ങി ചെവിയില്ലേ വിശട്ടണ്. ഞാനെന്ത് ചെയ്യാനാ? കേട്ടോ, ചോറ്, മാവ്, മീൻ വെട്ടി വെച്ചേക്കണ്, എല്ലാം റെഡിയാക്കി വെച്ചേക്കണേ. ഈ തേങ്ങയും ഇതൊന്ന് വെട്ടി തന്നാൽ മാത്രമേ എനിക്ക് പീര് കൊടുക്കാൻ പറ്റൂ. എന്റെ അപ്പനാണ് രാവിലെ ജോഗിങ് എന്ന് പറഞ്ഞു പോയിട്ട് കമന്നടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഈ തേങ്ങ മുറിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ആദ്യം നിങ്ങൾ അപ്പനെ വിളിക്ക്, അല്ലെങ്കിൽ ഇതിൽ തീരുമാനം ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് പറ്റൂല, എനിക്കറിയില്ല മുറിക്കാൻ. അപ്പനല്ല എപ്പോഴും തേങ്ങ മുറിച്ചു തന്നെ. ഉപ്പനെ വിളിക്ക്. അമ്മ ഒന്ന് വിളിക്കമ്മ, വിശക്കണ്. ഈ മമ്മിയാണ് അല്ലാത്തിട്ടാണ് കാര്യം. വിളിക്കണില്ല, എന്റെ ഞങ്ങളുടെ തുച്ഛമായിരുന്നു. അതെ, ഹലോ, പോയി ഒന്ന് എണീക്കാവോ? ഒന്ന് ഞാൻ പിള്ളേരെ അവിടെ നിന്ന് വിശപ്പിക്കുന്നു കരഞ്ഞല്ലേ. എന്റെ പണിയെല്ലാം തീർത്തു. നീ തേങ്ങ പൊട്ടിച്ചെന്നാ ബാക്കി കാര്യം ഞാൻ ചെയ്യണം. വാ, എണീറ്റ് വാടോ ഒന്ന്. ഓ, രാവിലെ പണ്ടാരം വാക്കത്തിൻ തേങ്ങായിട്ടുള്ള നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം പോയല്ലോ. എന്താ ചെയ്യുക? എന്താണ് ഈ നിനക്ക് രാവിലെ ഉറങ്ങാനും സമ്മതിക്കൂലേ? എന്താ നിനക്ക് എന്താ ആവശ്യം? ഇതൊന്ന് പൊതിച്ചു തന്നിട്ട് താൻ കിടക്കുകയോ എന്ത് വേണേലും ചെയ്തോ. ആ പിള്ളേർ ട്യൂഷൻ പോയിട്ട് വിശന്ന് കൂറ കുത്തി വന്നേക്കോ. താൻ തിന്നണ്ട, പിള്ളേര് കഴിച്ചോട്ടെ. ഒന്ന് പൊതിച്ചാ പ്ലീസ്. എന്തേലും പൊതിച്ച് തന്നാ കറി വെക്കും. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, ഞാനില്ല. ആ റോസു, ഒരു ഐഡിയ ഉണ്ട്. നിന്റെ അപ്പന്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഫോൺ അടിച്ചെന്നോ ഞാൻ ഫോൺ എടുത്തെന്നോ മറ്റോ നീ എന്ന് വിളിച്ചു പറ. അപ്പൊ അവിടുന്ന് വാല് പൊക്കിക്കൊണ്ട് ഓടി വന്നെ കാണാം. തള്ളയും മോളും രാവിലെ എനിക്കിത് പണിയാൻ വേണ്ടി ഇറങ്ങിയതാ. തേങ്ങ പൊട്ടിച്ചെങ്കിൽ മാത്രമേ ഫോൺ കിട്ടൂ അല്ലേ? പണിയെടുക്കാം. തേങ്ങ പൊട്ടിച്ചാലേ നീ ഫോൺ തരൂ? ആണോ? കൊണ്ടുവന്നു. ഇത് തേങ്ങ വെച്ചിട്ടുണ്ട്. പോണ്ട പോണ്ട റോസു, പോണ്ട. പോണ്ട പോണ്ട എന്താ പോണ്ടാടി? ഓഹോ, അപ്പൊ അമ്മയുടെ മോളില് അല്ലേ? കാണിച്ചു കേട്ടോ.
ഫോൺ പോയി